ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് കർക്കിടക കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം കിണ്ടിയും വിളക്കൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. കിണ്ടീൻ്റെ കളർ കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കിണ്ടിയാണ്. അത് ഞാൻ ഒരുപാട് കഴുകിയതിന് ശേഷമാണ് ഈ ഒരു കളർ കിട്ടിയത്. കൊടുക്കക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓരോന്നും ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ 2 തരം പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുമ്പള പായസമാണ്, ഇനി അരിപ്പായസം കൂടി ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് കൊടുക്ക വെക്കുക. അതിന് മുമ്പേ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കണം. അപ്പോൾ ഇതാ എൻ്റെ ഭർത്താവ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒറ്റ നിർബന്ധമാണ് കേട്ടോ ഇവിടെ കൊടുക്ക കഴിക്കണമെന്ന്. പൊതുവേ ഞങ്ങൾ തറവാട്ടിലാണ് കൊടുക്ക കഴിക്കാറ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പൊതുവേ അടുക്കളേൻ്റെ പരിസരത്ത് വരാത്ത വ്യക്തിയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, എല്ലാം അറിയാം പക്ഷെ ചെയ്യാനുള്ള മടി കാരണമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ, കൈതച്ചക്ക, പിന്നെ അവില്, പിന്നെന്താ ഈ ഒരു ചോറ് നമ്മൾ ഉപ്പിടാണ്ട് വേവിച്ച് വെക്കുന്നതാണ് കേട്ടോ. ചക്കയുണ്ട്, മുന്തിരി, പിന്നെ മധുരക്കിഴങ്ങ്, ആപ്പിള്, കപ്പ, തണ്ണിമത്തൻ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പഴമുണ്ട്, ഉണ്ട, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനി നമ്മൾ സന്ധ്യാനേരമായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അറിവിൽ എത്ര ആളാണോ മരിച്ചത് അവരുടെ കണക്കനുസരിച്ച് നമ്മളിങ്ങനെ ഇലയിനകത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ഐറ്റംസും വെക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് എടുക്കും. അപ്പോൾ ദിവസം അവിടെ നിന്ന് തന്നെ കുറച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ടേബിളിൽ ഇരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ടോ. ഇനി അടുത്ത വർഷം വരണം ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ബായ്.